ഹായ് ഓൾ. നമ്മുടെ സബ്ജക്റ്റിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിന് മുന്നേ പഠിച്ച ടോപ്പിക്കുകളിൽ നമ്മൾ പഠിച്ചു ടൈലേഴ്സ് തിയറി, ഹെൻറി ഫയോൾസ് തിയറി, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെല്ലാമാണ് കഴിഞ്ഞ സ്ലൈഡുകളിൽ നമ്മൾ പഠിച്ചത്. ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് ഒരു ഇൻഡസ്ട്രിയിലെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം ലെവൽ മാനേജ്മെൻറ്റ് മുതൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് വരെയുള്ള മാനേജ്മെൻറ്റ്, കമ്പനി മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓരോ ഫങ്ഷൻസിൻ്റെയും ഡെഫിനിഷൻ, അതിൽ ഉൾപ്പെടുന്ന സ്റ്റെപ്സ് ഇൻ ഡിഫറെൻറ്റ് ഫങ്ഷൻസ്, ഇതെല്ലാമാണ് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലാനിങ്, സെക്കൻഡ് വൺ ഓർഗനൈസിങ്, തേർഡ് വൺ സ്റ്റാഫിങ്, ഫോർത്ത് വൺ ഡയറക്റ്റിംഗ്, ഫിഫ്ത്ത് വൺ കൺട്രോളിങ് ആൻഡ് ലാസ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ്. ഈ 6 കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അവർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. എക്സാമിന് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണത്. പഠിക്കാൻ ഒരു എളുപ്പ മാർഗം എന്നുള്ളത് ഇതിൻ്റെ ഷോർട്ട് ഫോം പഠിക്കുക. POSDCD, പോസ്റ്റ് DCD എന്ന് പഠിച്ചു വെച്ചാൽ മതി. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ 6 കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിലെ ആദ്യത്തെ ടോപ്പിക് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്ലാനിങ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ തിങ്കിങ് ബിഫോർ ഡൂയിങ്. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വേണ്ട രീതിയിൽ ആലോചിച്ച് അത് ചെയ്യുന്നത്, അതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിൽ വരുന്നത് വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു ആൻഡ് ഹൂ വിൽ ഡു ദ പ്രിഫറബിൾ ജോബ്. അതായത് ഒരു കമ്പനി നമ്മളൊരു എക്സാമ്പിളായി എടുത്തു കഴിഞ്ഞാൽ അതിലെ കമ്പനി പ്രോസസ്സുകളിൽ വരുന്ന കാര്യങ്ങൾ, വാട്ട് ടു ഡു, എന്തൊക്കെ രീതിയിലുള്ള പ്രോസസ്സുകളാണ് ചെയ്യേണ്ടത്, വെൻ ടു ഡു, അതായത് കമ്പനി ടൈമിംഗ് കാര്യങ്ങൾ, അതാണ് വെൻ ടു ഡു, ആൻഡ് ഹൗ ടു ഡു, എന്തൊക്കെ പ്രോസസ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്, ഹൗ ടു ഡു ആൻഡ് ഹൂ വിൽ ഡു, ആരാണ്, അതായത് ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ജോബ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി ആരാണ്, ഹൂ വിൽ ഡു ദ ജോബ്. ഇതെല്ലാം പ്ലാൻ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ഒരു ഫങ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ദാറ്റ് വർക്ക്സ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് പ്ലാനിങ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് ടോപ്പ് ലെവൽ മുതൽ ബോട്ടം ലെവൽ വരെ, അതായത് കമ്പനി CEO മുതൽ താഴേക്കിടയിൽ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സ് വരെ, ഫ്ലോർ മാനേജേഴ്സ് വരെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിൽ വരുന്നത്, ഒന്നുകൂടി പറയാം, റിപ്പീറ്റേഷൻ: വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു ആൻഡ് ഹൂ വിൽ ഡു. അതുപോലെ പ്ലാനിങ്ങിൽ വരുന്ന ദ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്. പ്ലാനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? അതിൽ ഒരു കമ്പനിയിലെ പ്രോസസ്സുകൾ വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്വീകരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്ടിങ് ഇൻഫർമേഷൻ റിഗാർഡിങ്
വേരിയസ് ജോബ്സ് ഓർ പ്രോസസ്സസ്. ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. സെക്കൻഡ് വൺ, ഡെവലപ്പിംഗ് പ്രിമിസസ്. അതിന് വേണ്ട രീതിയിലുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കി കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഷീൻസ്, ഒരു മെക്കാനിക്കൽ ഇൻഡസ്ട്രി ആണെങ്കിൽ മെക്കാനിക്കൽ ഇൻഡസ്ട്രിയിലെ മെഷീൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഫ്ലോറിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഇതെല്ലാം അത് ഡെവലപ്പ് ചെയ്യുക. തേർഡ് വൺ, എക്സാമിനിങ് ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിലെ ഒരു പ്രത്യേക സിസ്റ്റത്തിന് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ കോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പനിയിലെ പ്രവർത്തനം ആകെ പ്രശ്നത്തിലാവും. അതുകൊണ്ട് എന്തൊക്കെയാണ് കമ്പനിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ആ പ്രോസസ്സുകളിൽ നമുക്ക് ആൾട്ടർനേറ്റീവായി കൊണ്ടുവരാൻ കഴിയുന്നതെന്ന് പഠിക്കുക. ആൻഡ് ഫോർത്ത് വൺ, ഇവാലുവേഷൻ ഓഫ് വർക്കിംഗ് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് പ്ലാനിങ്. അതായത് ഒരു കമ്പനിയിലെ വർക്കേഴ്സിൻ്റെ വർക്കിംഗ് എൻവയോൺമെൻറ്റ്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുക, വേണ്ട രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുക. വർക്കേഴ്സിനെ കുറിച്ച് പഠിക്കുക. ഓരോ ജോബിനും അസൈൻ ചെയ്ത വർക്കേഴ്സ് മാക്സിമം എഫിഷ്യൻ്റായി ജോലി ചെയ്യാൻ എന്തൊക്കെ എൻവയോൺമെൻ്റ് ആണ് അവർക്ക് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് ഇവാലുവേഷൻ ഓഫ് വർക്കിംഗ്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ഈസ് റിവ്യൂവിങ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദ സിസ്റ്റം. ഒരു കമ്പനിയിലെ വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ്. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇൻഫർമേഷൻ വേണ്ട രീതിയിൽ കളക്ട് ചെയ്തതിന് ശേഷം ഡെവലപ്പിംഗ് പ്രിമിസസ്, എക്സാമിനിങ് ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ, ഇവാലുവേഷൻ ഓഫ് വർക്കിംഗ്, റിവ്യൂവിങ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദ സിസ്റ്റം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഈ പ്ലാനുകളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ്. ഈ 6 സ്റ്റെപ്പുകളാണ് പ്ലാനിങ് എന്ന പ്രോസസ്സിലുള്ളത്. സെക്കൻഡ് പ്രോസസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, സെക്കൻഡ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്, കോർഡിനേറ്റ്, ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അറേഞ്ച്, കോർഡിനേറ്റ്, ഡയറക്റ്റ് ആൻഡ് control all the activities of all factors of production. Factors of production എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ പ്രൊഡക്ഷൻ പ്രോസസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയി വേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മെൻ, മെറ്റീരിയൽസ്, മെഷീൻസ് ആൻഡ് മണി. ഈ 4 കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയി വേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സിനെ അറേഞ്ച് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക ആൻഡ് കൺട്രോൾ ചെയ്യുക. ഈ 4 ഫാക്ടേഴ്സിനെയും വേണ്ട രീതിയിൽ അറേഞ്ച്, കോർഡിനേറ്റ്, ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ: ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് വർക്ക് ടു ബി ഡൺ, ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, and establishing relationships for the purpose of enabling people to work most effectively together in accomplishing objectives. അതായത് the process of identifying and grouping work to be done. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസിങ്ങിലെ ആദ്യം ചെയ്യേണ്ട കാര്യം അറേഞ്ച് ചെയ്യലാണ്. അതായത് ഒരു പ്രോസസ്സിനെ കറക്റ്റായി ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ ആ പ്രോസസ്സിന് വേണ്ട വർക്കിംഗ് എൻവയോൺമെന്റ് അറേഞ്ച് ചെയ്യുക. ഗ്രൂപ്പിംഗ് വർക്ക് ടു ബി ഡൺ, ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് ആ വർക്കിനെ സംബന്ധിച്ച് ആരൊക്കെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ ഒരു മെക്കാനിക്കൽ പ്രോസസ്സ്, ഫോർ എക്സാമ്പിൾ ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ പ്രോസസ്സ്, ലെയ്ത്തിലാണെങ്കിൽ ആരൊക്കെയാണ് ആ ലെയ്ത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട മാനേജേഴ്സ് ആരൊക്കെയാണ്,
ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് authority and responsibility and establishing a relationship for the purpose of enabling people to work most effectively together in accomplishing objectives. ഒരു കമ്പനി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതായത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മാക്സിമം പ്രൊഡക്ഷൻ ആൻഡ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും എല്ലാ കമ്പനികളുടെയും ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവിന് വേണ്ടി എല്ലാ ജോലിക്കാരെയും, അതായത് മാനേജേഴ്സ്, ടോപ്പ് ലെവൽ മാനേജേഴ്സ് മുതൽ എംപ്ലോയീസ് വരെയുള്ള എല്ലാ വർക്കേഴ്സിനെയും ഒന്നിച്ച് കൊണ്ടുപോവുക. ഇതെല്ലാമാണ് ഓർഗനൈസിങ്ങിൽ വരുന്നത്. അറേഞ്ച്, കോർഡിനേറ്റ്, ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് all factors of production. നെക്സ്റ്റ്, ഈ ഓർഗനൈസിങ് എന്ന ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ ഓർഗനൈസിംഗിൽ വരുന്ന സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ വർക്ക് ടു ബി പെർഫോംഡ്. സെക്കൻഡ് സ്റ്റെപ്പ്, ടു ഗ്രൂപ്പ് ദ വർക്ക് ഓഫ് സിമിലർ nature. Third one, to assign these groups of activities or work to individuals. Fourth one, to delegate authority and fix responsibility at various levels. And last one is to coordinate these authority responsibility relationship of various activities. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് സ്റ്റെപ്സ്, ഓർഗനൈസിംഗിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ, ഐഡന്റിഫിക്കേഷൻ. ഏതൊരു വർക്കാണ് പെർഫോം ചെയ്യേണ്ടത് എന്നത് കറക്റ്റായി ഐഡന്റിഫൈ ചെയ്യുക. ടു ഗ്രൂപ്പ് ദ വർക്ക് ഓഫ് സിമിലർ നേച്ചർ, ഒരേ രീതിയിലുള്ള, അതായത് ഒരേ സ്വഭാവമുള്ള വർക്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുക. ടു അസൈൻ ദീസ് ഗ്രൂപ്പ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഓർ വർക്ക് ടു ഇൻഡിവിജ്വൽസ്, അതിന് ഏറ്റവും അനുയോജ്യരായ വർക്കേഴ്സിന് ആ വർക്ക് ഏൽപ്പിക്കുക. ടു ഡെലിഗേറ്റ് അതോറിറ്റി ആൻഡ് ഫിക്സ് റെസ്പോൺസിബിലിറ്റി അറ്റ് വേരിയസ് ലെവൽസ്, ഓരോ ലെവലിലും, മാനേജ്മെന്റിന്റെ ഓരോ ലെവലിലും. അതുപോലെ പ്രൊഡക്ഷൻ പ്രോസസ് ആണെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഓരോ ലെവലിലെയും അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, അതായത് അതിനെക്കുറിച്ച് ആധികാരികമായി ഒരു തീരുമാനം എടുക്കേണ്ടതും വർക്ക് ചെയ്യേണ്ടതും ആരാണ് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അതുപോലെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു കോർഡിനേറ്റ് ദീസ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ്, അതായത് എല്ലാ ആക്ടിവിറ്റീസിനെയും ഒന്നിച്ച് കൊണ്ടുപോവുക. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റിൽ വരുന്നത്. ആൻഡ് ദ തേർഡ് ഫങ്ഷൻ ഈസ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ടിംഗ്, selecting and training the right people to fulfill the requirements of an enterprise. ഒരു സ്ഥാപനത്തിന് വേണ്ടതായ ട്രെയിൻഡ് പ്രൊഫഷണൽസിനെ റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, അവർക്ക് വേണ്ടത്ര ട്രെയിനിങ് കൊടുക്കുക. ഇതാണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് ചെയ്യേണ്ട ഒരു ഫങ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക ആൻഡ് ട്രെയിനിങ് ദ റൈറ്റ് പീപ്പിൾ. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കാരണം ഒരു പുതിയ ജോബുകൾ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ എംപ്ലോയീസ് കമ്പനിയിൽ നിന്ന് വിട്ടുപോകുമ്പോഴും വീണ്ടും ഈ പറയുന്ന സ്റ്റെപ്പ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതായത് സ്റ്റാഫിംഗ് പ്രോസസ്സ് വീണ്ടും ചെയ്യേണ്ടി വരും. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സ്റ്റാഫിംഗ് സ്റ്റെപ്പിൽ വരുന്ന അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് മാൻ പവർ പ്ലാനിംഗ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് മാൻ പവർ, പ്ലേസ്മെന്റ് ഓഫ് മാൻ പവർ ഇൻ റിക്വസിറ്റ് പൊസിഷൻസ്, ഡെവലപ്മെന്റ്, പ്രൊമോഷൻ, transfer and appraisal of manpower, and last one, determination of employee remuneration and incentives.